ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കപ്പ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫിൻ്റെ എല്ല് വേണം, എന്നാലാണ് ഈ കപ്പ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ബീഫിൻ്റെ എല്ലും പിന്നെ 1/2 കിലോ നല്ല ബീഫിൻ്റെ കഷ്ണങ്ങളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നന്നായി കഴുകിയിട്ട് വെള്ളമെല്ലാം തന്നെ നന്നായി പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 സവാള നീളൻ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില നാടൻ കറിവേപ്പില ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ തണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മണമായിരിക്കും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു 7 വിസിലാണ് ഇതിവിടെ വേവാനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്, കാരണം വെള്ളം ചേർക്കാതെ തന്നെ നമ്മളിത് വെന്ത് വരുമ്പോഴേക്കും ഇതിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എടുക്കുന്ന ബീഫിൻ്റെ മൂപ്പ് അനുസരിച്ചിട്ട് ചിലപ്പോൾ വേവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. അപ്പോൾ ഒരു 6 വിസിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ മാത്രം പിന്നെയും വിസിലടിച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. ഇനി ഞാനിവിടെ കൊള്ളി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കിലോ കൊള്ളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നന്നായി കഴുകി കഷ്ണങ്ങളാക്കിയതിന് ശേഷം കൊള്ളിയുടെ ഒപ്പം തന്നെ വെള്ളം വെച്ചിട്ട് ഞാനിതിവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊള്ളി വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് നാളികേരം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 കപ്പ് നാളികേരം ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ല ചോക്കനെ വേണം വറുത്തെടുക്കാനായിട്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് വെച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ കൊള്ളി വെന്ത് വരാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ കൊള്ളിയിൽ കുറച്ച് വെള്ളം കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഇപ്പോൾ തന്നെ ഒന്ന് മാറ്റിയെടുക്കാം. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആകെ കുഴഞ്ഞു പോവും. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം മാറ്റിയെടുത്തിട്ട് കൊള്ളിയോടെ വെച്ചിട്ടുണ്ട്. കൊള്ളിയോടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നന്നായി കൊള്ളിയും ബീഫെല്ലാം മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 10-15 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളി ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഞാനിതിലേക്ക് 10 കാന്താരിമുളക് ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കാന്താരിമുളക് വരുമ്പോൾ നല്ലൊരു എരിവും നല്ലൊരു മണവും നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുളകും മല്ലിയൊക്കെ തന്നെ നന്നായി മൂത്ത് വരണം. ഇപ്പോൾ ഇതിവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ പേസ്റ്റ് അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇത്രയും വെള്ളമുണ്ട് ബീഫിൽ. അതുകൊണ്ട് ഒട്ടും വെള്ളമില്ലാതെ തന്നെ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഈ വെള്ളമൊക്കെ തന്നെ ഒന്ന് കുറച്ച് വറ്റിച്ചെടുക്കണം. ഈ സമയത്ത് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വെള്ളമൊക്കെ തന്നെ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ബീഫിലുള്ള വെള്ളമൊക്കെ തന്നെ കുറച്ചൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കൊള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കപ്പ ബിരിയാണി റെഡിയാവും. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് സവാളയ്ക്കൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് കഴിക്കാം. അപ്പോൾ സവാളയ്ക്ക് ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.